മകളുടെ വീട്ടിലേക്ക് മധു സാർ ഭക്ഷണം കഴിക്കാൻ പോകാറില്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹം ചെറിയ വീട്ടിലാണ്. നടൻ മധുവിന് പിറന്നാൾ ആശംസ അറിയിച്ചുകൊണ്ട് ഗായകൻ ജി വേണുഗോപാൽ പങ്കുവച്ച കുറിപ്പ് വിവാദമായിരുന്നു. പ്രശംസിക്കുകയാണെന്ന് തോന്നുമെങ്കിലും മധുവിന് പഴയ സമ്പത്തില്ല എന്നാണ് കുറിപ്പിൽ സൂചിപ്പിക്കുന്നതെന്ന് വിമർശനം വന്നു. ശ്രീകുമാരൻ തമ്പിയാണ് ആദ്യം വിമർശനം ഉന്നയിച്ചത്. പിന്നാലെ മധുവിന്റെ മകളും ജി വേണുഗോപാലിനെ വിമർശിച്ചു. എന്നാൽ ഗായകൻ പറഞ്ഞതിൽ തെറ്റില്ലെന്നാണ് ഇപ്പോൾ സംവിധായകൻ ശാന്തിവിള ദിനേശ് പറയുന്നത്. സത്യം പറഞ്ഞാൽ മധു സാർ ചെറിയ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഭാര്യ മരിച്ചുപോയതിനാൽ 92 വയസ്സിലും ഒറ്റയ്ക്ക് തന്നെയാണ് താമസം. അതിൽ തർക്കിക്കാൻ പറ്റില്ല. എന്തിനാണ് വേണുവിനെ ഇങ്ങനെ കുറ്റം ചാർത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ പരിചാരകരായി 2 പേരുണ്ട്. മതിൽ തിരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സാറിന്റെ വീട്ടിന്റെ തൊട്ടു താഴെ വലിയൊരു വീട്ടിലാണ് അദ്ദേഹത്തിന്റെ ഏക മകളും ഭർത്താവും കുടുംബവും ഒക്കെ താമസിക്കുന്നത്. ഒറ്റയ്ക്ക് തന്നെയാണ് മധുസാറിന്റെ വാസം. അത് അദ്ദേഹത്തിന്റെ തീരുമാനം തന്നെയാണ്. വെളുപ്പിന് 3 മണി വരെ സിനിമ കാണുകയും നേരം വൈകി എണീക്കുകയും ചെയ്യുന്നതിനാൽ മറ്റാരെയും ശല്യം ചെയ്യേണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. ആഹാരം കഴിക്കാൻ പോലും താഴത്തെ മകളുടെ വീട്ടിലേക്ക് പോകാറില്ല. ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യാറ്. എപ്പോഴും സന്ദർശക ബാഹുല്യം ഉള്ളത് കൊണ്ടായിരിക്കാം. സ്വന്തമായി കാർ പോലും ഇപ്പോൾ ഇല്ല. അത് ദരിദ്രവാസി ആയതുകൊണ്ടല്ല. എന്നെ ഒരിടത്തേക്ക് ദിനേശിനെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് സുഖമായി കയറാൻ പറ്റുന്ന ഒരു കാർ വരണം എന്ന് നിർദോഷമായി പറഞ്ഞയാളാണ് മധുസാർ എന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. മലയാള സിനിമയിലെ ഏറ്റവും മുതിർന്ന നടന്മാരിൽ ഒരാളായ മധുവിന് കഴിഞ്ഞ ദിവസമായിരുന്നു 92 വയസ്സ് തികഞ്ഞത്. മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചപ്പോൾ മധുവിന് ലഭിക്കാത്തതിനെ കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു. അതിനിടെ മധുവിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഗായകൻ ജി വേണുഗോപാൽ പങ്കുവച്ച കുറിപ്പിലെ ചില ഭാഗങ്ങൾ വിവാദമാവുകയും ചെയ്തിരുന്നു. ഇതിലാണ് ഇപ്പോൾ വിശദീകരണവുമായി ശാന്തിവിള ദിനേശ് രംഗത്തെത്തിയത്.